ഒരു ദിവസം ക്യാമറയിൽ നോക്കി ഓരോ കോപ്രായം കാണിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ വരുന്നു ഒരു ഓൺലൈൻ പ്രോഡക്റ്റ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് എടുത്തു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു ഓയിൽ ഡിസ്പെൻസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയതും നല്ലോണം പണിയെടുത്ത ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് പണി തന്നു തുടങ്ങി. അതെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. ഇപ്പം നമ്മൾ അതിൻ്റെ അൺബോക്സിങ് കാണാം. എന്തൊരു ഭംഗിയുള്ള ഗ്ലാസ് കൊണ്ടുള്ള ഒരു ജാറാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒഴിക്കാനുള്ള ഒരു അടിപൊളി ഒരു സ്വിച്ചും തന്നിട്ടുണ്ട് കേട്ടോ. ആ ലിഡിലാണ് ആ സ്വിച്ച് ഉള്ളത്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നും. അതിൻ്റെ ഉള്ളിലൊരു സ്ട്രോ പോലത്തെ ഒരു സാധനം, ഒരു റിങ് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാനുള്ളതാണ്. നമുക്ക് ഇത് വാങ്ങി കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാ സ്വിച്ചും ബട്ടണും ഒക്കെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രസ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ഞാൻ അപ്പം തന്നെ അത് യൂസ് ചെയ്യാൻ എടുത്തില്ല കേട്ടോ, ഭാഗ്യത്തിന്. ഞാനത് നെക്സ്റ്റ് ഡേ അത് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വെയിലത്തൊന്ന് വെച്ച് ഉണക്കിയ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് വെക്കാമെന്നുള്ള ഐഡിയ ആയിരുന്നു. അങ്ങനെ ആ ദിവസം ഫുള്ള് നല്ലോണം വർക്ക് ചെയ്ത ഈ ഒരു പ്രൊഡക്റ്റ് നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും അതിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. അടുത്ത ദിവസം വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ആളെ വർക്ക് ചെയ്യാൻ റെഡിയാക്കിയ സമയത്ത് ആള് അങ്ങോട്ട് വർക്കാവുന്നില്ല. ആ ഒരു ലിഡില്ലേ, ഇപ്പം ഞാൻ ഈ അടച്ച് കാണിച്ച ഈ ഒരു ലിഡില്ലേ, ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് വർക്ക് ചെയ്യാവില്ല കേട്ടോ. ഇത് ചിലവർക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ആ ഒരു ലിഡിനെ വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പണി തരും. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ഈ ഒരു സാധനം അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നില്ല, ഇങ്ങോട്ട് നിന്ന് അങ്ങോട്ടും പോകണില്ല. നമുക്ക് ആ ഒരു സാധനം തുറക്കാനേ പറ്റണില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും നടക്കണില്ല. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് റിട്ടേൺ അങ്ങോട്ട് അടിച്ചു. അങ്ങനെ റിട്ടേണും ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ വേറെ ഇതേ ഒരു സാധനം ഞാൻ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്.